ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. ഉത്തരവിലെ നിർദ്ദേശങ്ങൾ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഹൈക്കോടതി നിയന്ത്രണങ്ങൾ അപ്രായോഗികമെന്നും സുപ്രീം കോടതി. ചട്ടം പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്നും സുപ്രീം കോടതി പറയുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, സംഭവിച്ചത് അങ്ങ് ഡൽഹിയിലാണ്. സുപ്രീം കോടതിയാണ് ഉത്തരവ് മാർഗനിർദ്ദേശങ്ങൾ തിരുത്തിയത്. പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവുമായി നമുക്കിതിനെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? നവംബർ 14 ആന എഴുന്നള്ളത്തിൽ കർശന മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറത്തിറക്കിയത്. ഈ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടക്കാല ഉത്തരവാണ് നിലവിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ചില നിരീക്ഷണങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആന എഴുന്നള്ളത്തിലെ നിയന്ത്രണങ്ങൾ അപ്രായോഗികമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെയുള്ള നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതെന്ന് കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിലവിലെ നിയമം എന്താണോ അത് പാലിച്ചുകൊണ്ട് ആന എഴുന്നള്ളത്ത് നടത്തണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിലവിൽ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും നൽകിയിട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതി എതിർകക്ഷികളായിട്ടുള്ള സർക്കാരിനും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ സംഘടനയ്ക്കും നിലവിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇവരുടെ മറുപടി അടക്കം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിലാണ് ഈ ആന എഴുന്നള്ളത്തിൽ ഹൈക്കോടതി ഇറക്കിയ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടക്കാല ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ അത് അപ്രായോഗികമെന്ന് വിവിധ ദേവസ്വങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെ സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മൃഗസംരക്ഷണ സംഘടന പറഞ്ഞത് ഈ ആന എഴുന്നള്ളത്തിന്റെ പേരില് ക്രൂരത ആനകൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ള ഒരു വാദഗതിയായിരുന്നു മൃഗസംരക്ഷണ സംഘടന സുപ്രീം കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിന് മറുപടിയായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് മൃഗസംരക്ഷണം അല്ല വലുത്, അല്ലെങ്കിൽ മൃഗസംരക്ഷണത്തിന്റെ പേരിൽ ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്ന് കൂടി സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഹൈക്കോടതി ഉത്തരവ് ആണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ ദേവസ്വങ്ങൾ, അതായത് തിരുവമ്പാടി ദേവസ്വം അതോടൊപ്പം തന്നെ പാറമേക്കാവ് ദേവസ്വം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് അപ്രായോഗികമായിട്ട് പറഞ്ഞതും ഈ പറയുന്നവയാണ്. അതായത് ഓരോ ആനകൾ തമ്മിൽ 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലപരിധി പാലിക്കണം. ജനങ്ങളും ആനകളും തമ്മിൽ 8 മീറ്റർ ദൂരപരിധിയും പാലിക്കണം. അത് മാത്രവുമല്ല, രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പൊതു റോഡിൽ ആന എഴുന്നള്ളത്ത് പാടില്ല തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കഴിഞ്ഞ നവംബർ 14 പുറത്തിറക്കിയത്. ഏറ്റവും പ്രധാനം ഈ ആന എഴുന്നള്ളത്തിലെ സമയപരിധിയാണ്. അതായത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും പലയിടങ്ങളിലും പല ക്ഷേത്രങ്ങളിലും പൂരത്തിനാണെങ്കിലും അതിലെ ചടങ്ങുകളിൽ പ്രധാനം വരുന്നത് ഒരു 11 മണിക്ക് ശേഷമായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ മാർഗനിർദ്ദേശങ്ങൾ വലിയ രീതിയിൽ ഒരു തിരിച്ചടി വിവിധ ദേവസ്വങ്ങൾക്ക് അതോടൊപ്പം തന്നെ ആചാരങ്ങൾക്കും വിരുദ്ധമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യം തന്നെയാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതായത് ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ നിലകൊള്ളുന്നത്. അത് അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഈ ഉത്തരവിലെ നിർദ്ദേശങ്ങൾ, അതായത് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഹൈക്കോടതി നിയന്ത്രണങ്ങൾ അപ്രായോഗികമാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മാർഗനിർദ്ദേശങ്ങളെ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞ് സ്റ്റേ ചെയ്യുമ്പോൾ പരിഗണിച്ചതേയില്ല ഉത്സവ കമ്മിറ്റികളെ, പൂരപ്രേമികളെ എന്നുകൂടി വ്യക്തമാകുന്നില്ലേ? നേരത്തെ തന്നെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ സമയത്ത് ഉയർന്ന ഒരു ആക്ഷേപം തന്നെയാണ് മൃഗസംരക്ഷണ സംഘടനയുടെ വാദഗതികളെ മാത്രം ഹൈക്കോടതി മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ള ഒരു ആക്ഷേപം. അത് മാത്രമല്ല, അത് സംബന്ധിച്ച് പരാതികളടക്കം ചീഫ് ജസ്റ്റിസിന് വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപ്രായോഗികമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളാണ് ആന എഴുന്നള്ളത്തിൽ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന
സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഏറെ പ്രാധാന്യത്തോടുകൂടി കാണണം. കാരണം നേരത്തെ വിവിധ ദേവസ്വങ്ങൾ, തിരുവമ്പാടി ദേവസ്വവും അതോടൊപ്പം തന്നെ പാറമേക്കാവ് ദേവസ്വവും സമാനമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നതിന് തൊട്ട് പിന്നാലെ നടത്തിയത്. അതായത് ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആചാരപരമായിട്ട് പൂരം നടത്താൻ സാധിക്കില്ല, അത് പല ദേവസ്വങ്ങളും വിവിധ ക്ഷേത്രങ്ങൾക്കും തിരിച്ചടിയായിട്ട് മാറുമെന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലെ നിയമത്തിന് വിരുദ്ധമാണെന്ന് കൂടി സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. നിലവിലെ നിയമം എന്താണോ അതനുസരിച്ചുകൊണ്ട് തന്നെ ആന എഴുന്നള്ളത്ത് നടത്തണം. ഏതെങ്കിലും ഘട്ടത്തിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ കേസെടുത്തുകൊണ്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഈ മൃഗസംരക്ഷണം എന്നുള്ള പേരിൽ ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല, ആചാരങ്ങൾ അത് മുന്നോട്ട് പോവുക തന്നെ വേണമെന്ന് കൂടി സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഹൈക്കോടതി ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിട്ട അല്ലെങ്കിൽ പുറപ്പെടുവിച്ച സമയത്ത് മറ്റൊരു നിരീക്ഷണം നടത്തിയത് വലിയ രീതിയിൽ ചർച്ചയാവുകയും പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അതായത് ആന എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള മതാചാരമല്ല എന്നുള്ളതായിരുന്നു ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുൻകാല നിരീക്ഷണം. ഈ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടക്കാല ഉത്തരവിലെ നിരീക്ഷണം. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മൃഗസംരക്ഷണമല്ല വലുത്, മറിച്ച് ആചാരങ്ങൾ തന്നെയാണ്. ആ മൃഗസംരക്ഷണത്തിന്റെ പേരിൽ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിലകൊള്ളാൻ സാധിക്കില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിലപാട് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ തിരുവമ്പാടി ദേവസ്വവും അതോടൊപ്പം തന്നെ പാറമേക്കാവ് ദേവസ്വം നൽകിയിട്ടുള്ള ഹർജിയിൽ എതിർകക്ഷികളായിട്ടുള്ളവർക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് അവരുടെ വിശദീകരണം സർക്കാരിനും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ സംഘടനകൾക്കും നോട്ടീസ് അയച്ച് വിശദീകരണം തേടിയിരിക്കുകയാണ്. എന്തായാലും അടുത്ത ഈ കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. ഉത്തരവിലെ നിർദ്ദേശങ്ങൾ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, ഹൈക്കോടതി നിയന്ത്രണങ്ങൾ അപ്രായോഗികമാണെന്നും സുപ്രീം കോടതി പറയുന്നു. ചട്ടം പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താം. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.